കാശില്ലാതെ ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ആ റിയാലിറ്റി മനസ്സിലാക്കണം. അപ്പോൾ ട്രേഡിംഗ് ചെയ്യാൻ എത്ര കാശ് വേണം? ഒരു തുടക്കക്കാരന് എത്ര കാശുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും? കാശ് വെച്ചിട്ടുള്ള കളിയാണ്. കാശ് നഷ്ടമാവാതിരിക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. ട്രേഡിങ്ങിൽ കുറേ ടൈപ്പുകളുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ രീതിയിലുള്ള ക്യാപിറ്റലാണ് ആവശ്യം വരിക. അപ്പോൾ ഓരോന്നായി എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളത് നോക്കാം. ആദ്യം ഇൻട്രാഡേ ട്രേഡിംഗ്. നിങ്ങൾ സ്റ്റോക്സിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, എന്ന് വെച്ചാൽ സ്റ്റോക്സ് സെയിം ഡേ വാങ്ങി സെയിം ഡേ സെല്ല് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ബെയർ മിനിമം 500-1000 രൂപയോ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഇവിടെ കിട്ടുന്ന ലാഭം അത്ര വലുതായിരിക്കത്തില്ല. 5x ലിവറേജ് ഉണ്ടെങ്കിലും ഏറെക്കുറെ 5 to 10% പെർ ഡേ ആയിരിക്കും പോസിബിൾ ആവുക. നമ്മൾ ചെലവാക്കുന്ന സമയത്തിനുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് ക്യാപിറ്റൽ കൂട്ടേണ്ടിയും വരും. നെക്സ്റ്റ്, ഡെലിവറി ട്രേഡിംഗ്. ഇതിനെ സ്വിംഗ് ട്രേഡിംഗ്, പൊസിഷണൽ ട്രേഡിംഗ് എന്നൊക്കെ വിളിക്കും. ബേസിക്കലി പ്രൈസ് കൂടാൻ സാധ്യതയുള്ള ഒരു ഷെയർ ബൈ ചെയ്ത് അത് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത് പ്രൈസ് കൂടിയതിന് ശേഷം വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണിത്. ഇതിൽ ബെയർ മിനിമമായി ഒരു ഷെയർ മുതൽ മേടിക്കാൻ പറ്റും. പക്ഷേ ഓരോ ഷെയറിന് ഓരോ വിലയാണ്. 10 രൂപയ്ക്കുള്ള ഷെയറുമുണ്ട്, 1 ലക്ഷം രൂപയ്ക്കുള്ള ഷെയറുമുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 5000 രൂപ മുതൽ 10000 രൂപ ഉണ്ടെങ്കിൽ ഒരു ഡീസന്റ് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ലിവറേജ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ റിട്ടേൺസ് ഇൻട്രാഡേ ട്രേഡിങ്ങിനേക്കാളും കുറവായിരിക്കും. അടുത്തത് ഓപ്ഷൻ ബൈയിങ്. ഇത് ഹൈ റിസ്ക് ഹൈ റിവാർഡ് സെറ്റപ്പ് ആണ്. മിനിമം 10000 മുതൽ 15000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. അതിപ്പോൾ ചുമ്മാ ഒന്ന് ബൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത്രയും ക്യാപിറ്റൽ ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതിൽ കിട്ടുന്ന റിവാർഡ് വളരെ ഹൈ ആണ്. ഏറെക്കുറെ 500 മുതൽ 5000 രൂപ വരെ വെറും അരമണിക്കൂർ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ 2 ഇരട്ടി 3 ഇരട്ടി പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതും പോസിബിൾ ആണ്. കേൾക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലേ? എത്രത്തോളം റിവാർഡ് അടിപൊളിയാണോ അതുപോലെ തന്നെ റിസ്ക്കും വലുതാണ്. ലാഭം വരുമ്പോൾ തന്നെ നഷ്ടവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ലോണം പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലോട്ട് ഇറങ്ങുക. ഇനി അവസാനമായി ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും. ഇതിൽ ഹൈ റിസ്ക് ആണെന്ന് മാത്രമല്ല അൺലിമിറ്റഡ് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് തുടക്കക്കാർക്ക് ഒട്ടും പറ്റിയ കാര്യമല്ല. മിനിമം ഒരു 80,000 മുതൽ 2 ലക്ഷം വരെയൊക്കെ ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്. നഷ്ടമായാൽ വലിയ നഷ്ടമുണ്ടാവാനും സാധ്യതയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച ക്യാപിറ്റലിനേക്കാളും കൂടുതൽ നഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു 1 ലക്ഷം രൂപ വെച്ചിട്ട് ട്രേഡ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അതിനേക്കാളും കൂടുതൽ മേ ബി ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വേണമെങ്കിലും നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുടക്കക്കാർ ഇത് പൂർണ്ണമായും ഒഴിവാക്കുന്നത് ബെറ്റർ ആയിരിക്കും. ചെറിയ ക്യാപിറ്റൽ ഉള്ള തുടക്കക്കാർ, മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആദ്യം സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. പക്ഷെ കൂടുതൽ ലാഭം വേണം, ഹൈ റിസ്ക് ഹൈ റിവാർഡ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ് പ്രിഫർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. മാർക്കറ്റിൽ വലുതായി സമയം ചെലവാക്കാനില്ലാത്തവർ, അതുപോലെ കയ്യിൽ അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ളവർ സുഖമായിട്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം. ഇക്വിറ്റി ഇൻട്രാഡേയുടെ അത്രയോ അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിന്റെ അത്രയോ വലിയൊരു പ്രോഫിറ്റ് കിട്ടത്തില്ല. പക്ഷെ കൂടുതൽ കഷ്ടപ്പെടാണ്ട് മിനിമം റിസ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. തുടക്കക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ 3 ട്രേഡിംഗ് സ്റ്റൈലിലും നിങ്ങൾ ഇട്ട കാശ് മാത്രമേ മാക്സിമം പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങളൊരു 10,000 രൂപ വെച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സംഭവിക്കാൻ പറ്റുന്ന മാക്സിമം നഷ്ടം എന്ന് പറയുന്നത് 10,000 രൂപ മാത്രമാണ്. പക്ഷെ ഓപ്ഷൻ സെല്ലിങ്ങും ഫ്യൂച്ചേഴ്സ് ട്രേഡിങ്ങും അതുപോലെയല്ല. നിങ്ങൾ ഇട്ട കാശിനേക്കാളും കൂടുതൽ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. വീണ്ടും പറയുവാണ്, ബിഗിനേഴ്സ് അത് ഒഴിവാക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. ഇനി ഒരു ബോണസ് ടിപ്പ് കൂടെ. സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രത്തോളം കൂടുതൽ കാശുണ്ടോ അത്രത്തോളം എളുപ്പത്തിൽ വളരെ റിസ്ക് കുറവായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ക്യാപിറ്റൽ ഇസ് കിങ്. 10,000 രൂപ വെച്ച് 10,000 രൂപ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ കുറച്ച് പാടാണ്. അതേസമയം 1 ലക്ഷം രൂപ വെച്ചിട്ട് 10,000 രൂപ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. 10 ലക്ഷം വെച്ച് 10,000 രൂപ പുഷ്പം പോലെ ഉണ്ടാക്കാൻ പറ്റും. ഈ പറഞ്ഞ ട്രേഡിംഗ് സ്റ്റൈൽസിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എഡ്വലപ്പിന്റെ 2 month ലൈവ് ഓൺലൈൻ മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ട്രേഡ് റെസ്പോൺസിബിളി.